വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ അനിൽകുമാർ എന്ന യുവാവിന് ബാക്കിയായത് പാതി ജീവൻ മാത്രം. 2.5 വയസ്സുകാരൻ മകനെയും സ്വന്തം മാതാവിനെയും പുതിയതായി നിർമ്മിച്ച വീടുമെല്ലാം ഉരുളെടുത്തു. ഗുരുതരമായി പരിക്കേറ്റ അനിൽകുമാറിന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സുമനസ്സുകളുടെ സഹായം അത്യാവശ്യമായിരിക്കുന്നു. എനിക്കിപ്പോൾ ഇതുവരെ ഇത്രയും ദിവസമായിട്ട് എന്താണ് ചെയ്യേണ്ടത് ഒരു ഐഡിയ കിട്ടുന്നില്ല. പോയതെല്ലാം നമുക്ക് തിരിച്ചെടുക്കാൻ പറഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റും, പോയവരെ എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. എൻ്റെ മോൻ്റെ വിളി മാത്രമേ എനിക്കൊരു ഓർമ്മയുള്ളൂ. എൻ്റെ അമ്മയും ഇത്രയും കാലത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം 5 നിമിഷം കൊണ്ട് പോകാമെന്ന് പറയുമ്പോൾ പിന്നെ ഒന്നും ആലോചിക്കാൻ വയ്യ. കണ്ട് കൊതി തീർന്നിട്ടില്ല 2.5 വയസ്സുകാരൻ ശ്രീൻഹാലിൻ്റെ കൊച്ചു കൊച്ചു കുസൃതികൾ. അതിനു മുൻപ് തന്നെ അവൻ കാണാമറയത്തേക്ക് യാത്രയായി. ഓഗസ്റ്റ് 30 രാത്രിയിൽ തിമർത്തു പെയ്ത മഴ തൻ്റെ ജീവിതം കവരുമെന്ന് അനിൽകുമാർ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അമ്മയും മകനും പുതിയ വീടുമെല്ലാം ഉരുൾ വിഴുങ്ങി. വന്ന കുട്ടിയും അമ്മേൻ്റെ കൂടെയും എല്ലാവരുടെ കൂടെയും കളിച്ചത് 1 മാസമേ കണ്ടുള്ളൂ കുട്ടീനെ. ഇപ്പോൾ വീട് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് വീട് വെച്ചത്. ഇപ്പോൾ അമ്മയില്ല, വീട് കൂടാനുള്ളൊരു ഭാഗ്യം ദൈവം തന്നിട്ടില്ല. ദൈവം തന്നെ കൊണ്ടുപോയി. വിദേശത്ത് ജോലി ചെയ്തിരുന്ന അനിൽകുമാർ ജൂൺ 30 നാട്ടിലെത്തിയത്. ഓഗസ്റ്റ് 10 തിരിച്ചു പോകാൻ നിൽക്കുന്നതിനിടയിലാണ് ജീവിതം കീഴ്മേൽ മറിച്ച് ഉരുൾപൊട്ടിയത്. സീതമ്മക്കുണ്ടിന് സമീപത്തായിരുന്നു അനിൽകുമാറും കുടുംബവും താമസിച്ചിരുന്നത്. പുതുതായി നിർമ്മിച്ച വീട് പുഞ്ചിരിമട്ടത്താണ്. ഓഗസ്റ്റ് 15 പാലുകാച്ചൽ ചടങ്ങ് നിശ്ചയിച്ചിരുന്നത്. പക്ഷേ വിധി മറിച്ചായിരുന്നു. അച്ഛനും എനിക്കും നടക്കാൻ പറ്റില്ല, വൈഫിനും നടക്കാൻ പറ്റില്ല. എനിക്ക് സ്പൈനലിൽ ചെറിയ സ്ക്രാച്ച് ഉണ്ട്. അപ്പം ഡോക്ടർ പറഞ്ഞിരിക്കുന്ന 3 മാസം 4 മാസം ബെഡ് റെസ്റ്റ് എന്തായാലും മസ്റ്റായിട്ട് വേണമെന്ന്. ചിലർ കടന്നെത്തുന്നത് ചിലപ്പം കൂടും എന്നാണ് പറഞ്ഞില്ല. പിന്നെ അവിടുത്തെ ഒരു പെയിനും ശരീരം മൊത്തം എല്ലാവിടെയും സ്ക്രാച്ചുകളുണ്ട്. ആ സമയത്ത് ചളിയും മരങ്ങളൊക്കെ വരുത്തി. അനിൽകുമാറിനൊപ്പം രക്ഷപ്പെട്ട അച്ഛനും ഭാര്യയും ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ്. ഈ കുടുംബത്തിന് കൈത്താങ്ങാവാൻ അടിയന്തര ധനസഹായമായി 24 കണക്റ്റുമായി കൈകോർത്ത് ബത്തേരി പൂമല സ്വദേശി റിട്ടയേർഡ് ആർമി ഉദ്യോഗസ്ഥൻ ടി ജെയിംസ് 10,000 രൂപ ഇവർക്ക് കൈമാറി. അനിൽകുമാറിന് നഷ്ടപ്പെട്ടതൊന്നും നമുക്ക് തിരിച്ചു നൽകാനാകില്ല. പക്ഷേ പുതിയൊരു ജീവിതം സമ്മാനിക്കാൻ സുമനസ്സുകളായ നമ്മൾ ഓരോരുത്തരും കൈകോർക്കണം. അനിൽകുമാറിനും കുടുംബത്തിനും ഇനിയും സുമനസ്സുകളുടെ സഹായം ആവശ്യമുണ്ട്. അടിയന്തര ധനസഹായമായാണ് 24 അനിൽകുമാറിനും കുടുംബത്തിനും 10,000 രൂപ കൈമാറിയിട്ടുള്ളത്. പക്ഷേ അപ്പോഴും ഭാരിച്ച ചികിത്സാ ചിലവുകളും ദൈനംദിന ജീവിതത്തിലെ ചിലവുകളും ബാക്കി നിൽക്കുകയാണ്. സുമനസ്സുകൾ കനിഞ്ഞാൽ അനിൽകുമാറിന് പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാനാകും. ക്യാമറമാൻ മുഹമ്മദ് അർഷാഖിനൊപ്പം ഷാഹദ് റഹ്മാൻ, 24 വയനാട്.